ആകർഷണ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രക്രിയകളാണ് ആസ്ക്, ബിലീവ്, റിസീവ്. ഇവ മൂന്നും എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ തന്നെ ആസ്ക് ആൻഡ് ബിലീവിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ പറയുകയും ചെയ്തിരുന്നു. ഇനി മൂന്നാമത്തെ പ്രോസസ്സായ റിസീവിനെ കുറിച്ചാണ് ഈ വീഡിയോ സെക്ഷനിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് വേണ്ട കാര്യം നാം യൂണിവേഴ്സിനോട് ചോദിക്കുന്നു, അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നു. ആസ്ക് ആൻഡ് ബിലീവ് എന്ന 2 പ്രോസസ്സുകൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് റിസീവ്. നാം സ്വയം റിസീവിംഗ് മോഡിലേക്ക് മാറുക എന്നതാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പ്രപഞ്ചത്തോട് ചോദിച്ച കാര്യം സ്വീകരിക്കുവാൻ നാം സ്വയം തയ്യാറാവുക എന്നതാണ് റിസീവിംഗ് മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ്ക് ആൻഡ് ബിലീവിനോടൊപ്പം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോസസ്സാണ് റിസീവും. പലപ്പോഴും ആ ഒരു പ്രാധാന്യം നാം തിരിച്ചറിയാറില്ല. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാത്തതിന് കാരണവും ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ്. നമ്മുടെ ലക്ഷ്യത്തെ സ്വീകരിക്കാൻ നാം സ്വയം തയ്യാറാകുന്നതിനെയാണ് റിസീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റിസീവ് എന്നത് നമ്മുടെ 1-2 ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു താൽക്കാലിക നിലപാട് മാത്രമല്ല എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റിസീവ് എന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാക്കി മാറ്റുവാൻ നാം കരുതലോടെ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എനർജി ഗണങ്ങൾ കൊണ്ടാണെന്ന്. ഈ എനർജി ഗണങ്ങൾ എപ്പോഴും വൈബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവ ഓരോന്നും ഡിഫറെൻറ്റ് ഫ്രീക്വൻസികളിലാണ് വൈബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനർജി ഗണങ്ങൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ചിന്തകൾ എനർജിയാൽ നിറയപ്പെട്ടതാണെന്നും ഈ ചിന്തകളിലെ എനർജിയും പ്രപഞ്ചത്തിലെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി ഗണങ്ങളുമായി ലോ ഓഫ് അട്രാക്ഷൻ മുഖേന പരസ്പരം അട്രാക്റ്റ് ചെയ്താണ് ഓരോ സംഭവങ്ങളും സാഹചര്യങ്ങളും വസ്തുക്കളുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ക്രിയേഷൻ നടക്കുന്നത് 5th ഡയമെൻഷനിലാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഒന്നാമതായി ഡിറ്റാച്ച്മെൻറ്റിലൂടെയും വിശ്വാസത്തിലൂടെയും അതിലേക്ക് വഴിയൊരുക്കുക എന്നതാണ്. രണ്ടാമത്തേത് റിസീവിംഗ് മോഡിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. അതായത് നാം നമ്മുടെ ചിന്തകളിലൂടെ വിഷ്വലൈസേഷനിലൂടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയിലേക്ക് നാം സ്വയം എത്തിച്ചേരുക എന്നതാണ്. നാം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ചിന്തകളും എല്ലാം ചേർന്ന നമ്മൾ, അതും ഒരു എനർജി ഫോമാണ്. നിരന്തരമായി വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി ഫോം. അതിന് ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും നമ്മുടെ ലക്ഷ്യത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും എപ്പോഴാണോ അലൈൻമെൻ്റ് ആകുന്നത്, അപ്പോഴാണ് ആ ലക്ഷ്യം നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനെയാണ് ആകർഷണ നിയമത്തിലെ വൈബ്രേഷണൽ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അലൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് ഈക്വലായി നമ്മുടെ സ്വന്തം വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ സ്വയം ട്യൂൺ ചെയ്തു കൊണ്ടുവരിക എന്നതാണ് റിസീവ് എന്ന പ്രോസസ്സിലൂടെ അർത്ഥമാക്കുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന ആകർഷണ നിയമത്തിൻ്റെ പൂർണ്ണത അവിടെയാണ് പ്രകടമാകുന്നത്. നാം നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും ചിന്തകളിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ലക്ഷ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് ആ ലക്ഷ്യത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നാം സ്വയം ട്യൂൺ ചെയ്ത് മാറുക എന്നതാണ് റിസീവ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലക്ഷ്യം സാധിക്കുമ്പോൾ അത് സ്വീകരിച്ചു വെക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് നാം നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ സ്വയം മാറ്റുന്നത്? നമ്മുടെ മനസ്സിൽ ശാന്തതയും സമാധാനവും സന്തോഷവും കണ്ടെത്തുക, അത് എപ്പോഴും നിലനിർത്തുക. കാരണം നമ്മുടെ സ്വപ്നത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി രൂപപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകളിലൂടെയും മനോവികാരങ്ങളുടെയും ഇമോഷൻ്റെയും ഫീലിങ്സിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും.
സന്തോഷവും സമാധാനവും നിറഞ്ഞ മനസ്സിനുടമയായ ഒരു മനുഷ്യൻ്റെ ഫ്രീക്വൻസി എപ്പോഴും ഉയർന്ന തലത്തിലായിരിക്കും. ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയുള്ള ഒരു വ്യക്തി എപ്പോഴും ഒരു പോസിറ്റീവായ റിസീവിംഗ് മോഡിലായിരിക്കും. അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്ത് നല്ല ലക്ഷ്യങ്ങളും അയാളിലേക്ക് ഈസിയായി വന്നു ചേരും. കാരണം അയാളുടെ ലക്ഷ്യവുമായുള്ള അയാളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുടെ അലൈൻമെൻറ്റിന് വേണ്ടിയുള്ള മാച്ചിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വളരെ ഈസിയായി ഓട്ടോമാറ്റിക്കായി സംഭവിച്ചുകൊള്ളും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയുള്ള ഒരാളുടെ മനസ്സിൽ നിന്നും വരുന്ന ചിന്തകൾ എപ്പോഴും ഉയർന്നതും പോസിറ്റിവിറ്റി നിറഞ്ഞതും ആയിരിക്കും. അത് കൂടുതൽ സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി മാറുന്നു. അതിൽ സന്തോഷിക്കുന്ന അയാളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി പിന്നെയും ഉയരുന്നു. ഉയരുന്നതിനനുസരിച്ച് കൂടുതൽ ഉയർന്ന ചിന്തകൾ അയാളിൽ നിന്നും വരികയും കൂടുതൽ ഉയർന്ന കാര്യങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എപ്പോഴും ഉയർത്തി നിർത്തുക എന്നതാണ് നമ്മളിൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എപ്പോഴും ഉയർത്തി നിർത്തുന്നതിനെയാണ് റിസീവിംഗ് മോഡ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആകർഷണ നിയമത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.